സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ഇതെന്താടാ വീടൊക്കെ തുറന്ന് ഏതാണ്ട് നമ്മളെ പ്രതീക്ഷിച്ചിരുന്ന പോലെ? നോ, ഇത് അതുകൊണ്ടായിരിക്കത്തില്ല. ഇന്ദ്ര വരാൻ ടൈമായി കാണും. മേ ബി അവൻ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ വർക്ക് ചെയ്യുന്ന ആന്റി പോകുന്നത് 7 o'clock ഒക്കെ ആകുമ്പോഴാണ്. അതുകൊണ്ടാണെന്നാ തോന്നുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ എന്തായാലും മുകളിലൊന്ന് പോയി നോക്കിയിട്ടെ. ഓക്കെ, യു ക്യാരി. ഈ റൂം യെസ് അവിടെ തന്നെ മേ ബി ആയിരിക്കാം, നോക്കാം. Oh my fucking goodness. Such a damn it hot. കർത്താവേ. ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, നീ ആയിട്ടാ എന്നെ പ്രലോഭിപ്പിച്ചത്. ഇപ്പം ഉറക്കോ, എന്താ വരുന്നേ? ഗൈസ്, നിങ്ങൾ ഇവിടം വരെ വന്നോ? എന്താ എന്നെ തിരക്കൊന്നാണോ? എനിവേ കമോൺ, കാണിച്ചു തരാം. നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച മുതൽ അകത്ത് കിടന്ന് ഉറങ്ങുക. ഐ തിങ്ക് ആൻറ്റി ആണെന്ന് തോന്നുന്നു കഥവ് കൂട്ടാതെ പോയിട്ട്. ഇന്ദ്ര വരാനുള്ളതുകൊണ്ടായിരിക്കാം മേ ബി. എന്തായാലും നമുക്ക് അത്ര എളുപ്പമായി. വാ, ഇനി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. വന്നേ, കാണിച്ചു തരാം. And here is the one and only rare piece, കാളിദാസ് ശിവപ്രസാദ്. ഇനി കണ്ടില്ല എന്ന് പറയണ്ട, നോക്കിക്കോ. എന്തായാലും ഇന്ദ്ര ഇനി വരാൻ ടൈം ഒരുപാടാവും. അവൻ വന്നാലും നമ്മളൊന്നും പറയത്തില്ല. എനിവേ, അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ? നാളത്തേക്ക് വെക്കണോ? നോ വേ. കണ്ടിട്ടത് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഐ എം ഓൾറെഡി ഹാർഡ്. പറ്റില്ല. സോ ഇങ്ങനെ മതി. നീ പറഞ്ഞ ശരിയാ, അവൻ നമ്മളെ ഒന്നും പറയാൻ വഴിയില്ല. അവന്റെ ഇതൊക്കെ കഴിഞ്ഞത് അവനോടുള്ള. ഇനി നമ്മുടെ ഊഴമാണ്. പറഞ്ഞാ പോരെ? വാ. ആരാ? ഇന്ദ്രയുടെ ഫ്രണ്ട്സ് ആണോ? എന്താ? ഓ മൈ ഗോഡ്, ഇത്ര പെട്ടെന്ന് മോൻ ഞങ്ങൾ മറന്നോ? ഓർമ്മയില്ലേ കല്യാണത്തിന് വന്നത്? അതെ, ഇന്ദ്രയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതോ അവൻ നിന്നെ ഹഗ്ഗൊക്കെ ചെയ്ത് മറന്നുപോയോ? സണ്ണി ഒന്ന് തിരിഞ്ഞു നോടത്തേടാ. ഓർമ്മയുണ്ട്. ഞാൻ കോഫി എടുക്കാം. ഹേ സ്റ്റോപ്പ്. ചേട്ടന്മാര് കോഫിയൊക്കെ കുടിച്ചിട്ടാണ്. നമുക്ക് കുറച്ചു നേരം കലാപരമായ കാര്യങ്ങൾ സംസാരിക്കാം. കോഫി പിന്നീടൊരു സമയം. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ച പോലെ ഈ കിസബിൾ സെക്സബിൾ എന്നൊക്കെ പറയുന്ന പോലെ നിനക്ക് സമ്മതക്കുറവൊന്നും കാണത്തില്ല. ഞങ്ങൾക്ക് 3 പേർക്കും
യാതൊരു കുറവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താ പറയണേ? കിസ്സബിൾ സെക്സബിൾ എന്ത് കുറവ് കാണുന്നില്ല എന്ന്? ദേ ചേട്ടന്മാരെ, നിങ്ങൾ വാ, നമുക്ക് അങ്ങ് ലിവിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിക്കാം. വാ. നിക്ക് കാളിദാസ്, ഞങ്ങള് സംസാരിച്ചോണ്ടല്ലേ നിക്കുന്നേ. ഞങ്ങള് സംസാരിച്ച് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിലോ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പോവാം. അവിടെ എല്ലാം വെച്ച് വെറൈറ്റി കണക്കിന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തന്നെ ട്രൈ ചെയ്യാം. ബട്ട് നൗ വി വാണ്ട് യു. ഞങ്ങൾക്ക് നിന്നെ വേണം, ഇതുപോലെ പച്ചക്ക്. ചേട്ടൻ ഇത് എന്തൊക്കെ പറയുന്നേ? ഇന്ദിര ചേട്ടൻ വേണ്ട, അടുത്തോട്ട് വരണ്ട. വാവ്, ഭീഷണി. വീട്. നിനക്കൊരു കാര്യം അറിയോ? നീ ഇന്ന് ഞങ്ങളുടെ ഇരയാ. ഞങ്ങളുടെ മാത്രം. ഫസ്റ്റ് ഞാൻ, അത് കഴിഞ്ഞ് നീ ആരെങ്കിലും വരുന്നുണ്ടോന്ന് പോയി നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ സീനാവും. മിണ്ടരുത്, ഓടങ്ങി കിടന്നോണം കേട്ടല്ലോ. പേടിക്കണ്ട കേട്ടോ, സ്നേഹിക്കത്തേ ഉള്ളൂ. നിന്റെ കരച്ചില് പോലും കളി എന്നെ സെഡ്യൂസ് ചെയ്തോണ്ടിരിക്കുക. യു സോ സ്ട്രോങ്. കരയില്ലേ? സ്നേഹിക്കാനല്ലേ വരുന്നേ, പിന്നെന്തിനാ കരയുന്നേ? ഓടിയാൽ എവിടം വരെ ഓടും. കമോൺ ഗൈസ്. ഇതെന്താ ഡോറൊക്കെ തുറന്നു നടക്കുന്നേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ ആസി? സാറാൻറ്റി പോവാനുള്ള ടൈമായി. അപ്പോ കിച്ചു മാത്രമേ ഉള്ളൂ. അവൻ ഡോർ അടിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. നീ വന്നേ? അഗിയേട്ടാ, മേ ബി ഐ തിങ്ക് സമൺ ഈസ് ഹിയർ. പുറത്ത് കാറ് കണ്ടോ? 2 എണ്ണം. ആരും ഇവിടെ ഉണ്ടെന്നാ തോന്നുന്നേ. ഇനി ആദമോ കാശിയോ വല്ലതും വന്നാണോ? സിദ്ധുവേട്ടനോ ആരെങ്കിലും? അല്ല, ഇത് ഞങ്ങളുടെ വീട്ടിലാരുടെയും കാറൊന്നുമില്ല. എല്ലാവരുടെയും കാർ എനിക്കറിയത്തില്ലേ. പിന്നെ സിദ്ധുവേട്ടൻ അച്ഛനോട് വീട്ടിലാ. ആദമ കോളേജിൽ നിന്ന് വരുന്ന ടൈമാ. കാശി കാറിൽ വരാൻ ചാൻസ് ഇല്ല. നീ വന്നേ. ഇന്ദിര, എന്താടാ? എന്തു പറ്റി? നോക്ക് കിച്ചു നോക്ക്. അച്ചു അല്ല, അഖിലേട്ടനാ. എന്താ കാര്യം? പറ. ഇന്ദ്ര അപ്പന്നെ പൊലയാടി മോ എന്താ ചെയ്ത? പറ. അപ്പൊ അകത്തുണ്ടോ? അയിലേട്ട, ഇന്ദിര അല്ല. ഇന്ദിര അവിടെ. അയിലേട്ട, അവിടെ. അച്ചു കാണു. അച്ചു വീളേട്ട. അച്ചു വിളിക്കാം കുഞ്ഞാച്ച. അച്ഛനെ വിളിക്കാം. അസിമി അവനെ പിടിച്ചേ. പൊന്നീരും മോനെ ഞാൻ ഇന്ന് കൊല്ലു. നീ നോക്കിക്കോ. പോലെ അവര് ചീത്ത എന്നെ ഇവിടെ പിടിച്ച് എന്റെ ഉടുപ്പ് വലിച്ച് കീറി എന്നെ ഇവിടെ വന്ന് റൂമിലുണ്ട്. പോലെ കിച്ചൊരു പേടിയാ. പോലെ എന്റെ ദൈവമേ. ഇല്ല, പോവില്ല. ഇങ്ങനെ തോന്നണ ആസിയവന്. ആഹാ വിവേക്, ഡിഡ് യു സീ ദിസ്?
സിനിമയിലെ പോലെ രക്ഷകന്മാരൊക്കെ ഉണ്ടല്ലോ, കെട്ടിപ്പിടിച്ച് കരയാനും തടവി കൊടുക്കാനും. ഇതാര് നമ്മളെ ഇന്ദ്രനെ പെട്ടെന്ന് തേച്ചിട്ട് പോയവൻ അവന്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ? എങ്ങനെ പോകുന്നു? ഇപ്പൊ പുതിയ തേക്കാനായിട്ട് കണ്ടുപിടിച്ച ആളാരാ? കേട്ടോ, നിന്റെ അമ്മയുടെ നായര്, അതാണ് ഇപ്പൊ ഞാൻ തേക്കാനായിട്ട് കണ്ടുപിടിച്ചത്, ഇപ്പൊ വച്ചോണ്ടിരിക്കുന്നവനും. എന്താ നിനക്ക് ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോയി ചോറാ മയിലിന്റെ അടുത്ത്, ഞാൻ അവനെയാണോ ഇപ്പൊ വച്ചോണ്ടിരിക്കുന്നതെന്ന്. അല്ല, നിന്നെ ഞാൻ വച്ചോണ്ടിരിക്കാം. എടാ പുല്ലന്റെ മോനെ, നിന്നെയും നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ ശവം ഇന്ദ്ര, അവനെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ എനിക്ക് അറപ്പുണ്ടാക്കുന്ന ഒരേ ഒരു കാര്യം എൻ്റെ ലൈഫിൽ. അവനെ പോലെ അല്ല ആദ്യം തൻ്റെ ഇടമുള്ളവനാ, തൻ്റെ ഇടമുള്ളവൻ. അത് നിനക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ ജെനിഫർ, യു ക്യാൻ ലീവ് നൗ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി, അതിനൊന്നും മാറ്റമില്ല. പോവാൻ നോക്ക്, ശരി. ഇതാരാ ലാൻഡ് ഫോണിൽ? ഓ ഗോഡ്, അഗിയുടെ 110 തവണ വിളിച്ചിരിക്കുന്ന ഫോൺ സൈലന്റ് ആയിരുന്നല്ലോ. മിക്കവാറും അഗിയുടെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെങ്കിലേ അവൻ കിച്ചുവിന്റെ കാര്യം പറഞ്ഞ് എന്നെ കണ്ടുകൂടാം. ഹലോ ഹലോ, എന്റെ പൊന്നകി, കോൾ വന്ന് ഞാൻ കണ്ടില്ല, തെറി വിളിക്കരുത്. ഫോൺ സ്പീക്കറാണ്, ഞാൻ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ നോക്കും. ഇവിടെ ഏതാണ്ട് സ്പീക്കറൊക്കെ തന്നെയാണ്. ഇന്ദ്ര, ഞാൻ നിന്റെ വീട്ടില. വിത്തിൻ 30 minutes നീ ഇവിടെ വേണം. പിന്നെ ഈ തെറി വിളിക്കണോ അതോ നിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കണോ എന്നൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കാം. വിത്തിൻ 30 minutes നീ ഇവിടെ ഉണ്ടാവണം. അത് മാത്രമേ എനിക്കറിയാവൂ ഇന്ദ്ര, അത് മാത്രം. അത് എതിർക്കാൻ നീ നിൽക്കരുത്. ഞാൻ അങ്ങോട്ട് വരും, നിനക്കെന്നെ അറിയാം. എന്റെ കയ്യിൽ നിന്നെല്ലാം പോയാ ഞാൻ നിൽക്കുന്നത്. ഞാൻ നിന്റെ വീട്ടിലുണ്ട്, നീ അവിടെ വന്നാ മതി. എന്റെ അഗി, കൂൾ കൂൾ, എന്താ കാര്യം പറ. എനിക്കിപ്പോ 30 minutes ഇറങ്ങി വരാൻ പറ്റത്തില്ല. നീ ഇതെന്താ പറയുന്നേ? ലാസ്റ്റ് പ്രോജക്റ്റാ, അതിന്റെ ഫൈനൽ ടച്ചപ്പിൽ നിൽക്കുക. അതുകൂടി ഞാൻ ഒന്ന് സെൻഡ് ചെയ്ത് മെയിൽ ചെയ്തതിനു ശേഷം ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും. ഒരു ഹാഫ് ആൻ അവർ, അതിനകത്ത് ഞാൻ അവിടെ എത്തും. ഞാൻ വീട്ടിലോട്ട് തന്നെയാ വരുന്നേ. നീ അവിടെ ഇരുന്നോ, നീ കിച്ചനോട് കാര്യം പറഞ്ഞോണ്ടിരുന്നോ. അപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എത്തിക്കോളാം. എന്തെങ്കിലും അർജന്റ് ആണോ? എന്തിനാ നീ ഇങ്ങനെ ചൂടാവുന്നേ? ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഇങ്ങോട്ടല്ലേ വരുന്നേ, അപ്പം മൊഴിഞ്ഞു തരാം നിന്റെ അണ്ണാക്കിലോട്ട്. ശരിന്നാ. പിന്നെ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇന്ദ്ര, ഇതുവരെ ചെയ്യാത്ത പലതും ഞാൻ നിന്റെ അടുത്ത് ചെയ്യും, അത് നീ മറക്കരുത്. ഓ ഗോഡ്, ഈ അഗിയെ കൊണ്ട് ഞാൻ തോറ്റു. എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരും എന്റെ കുറ്റം. ഇന്നിനി എന്താണോ എന്തോ. ആ ചെറുക്കാൻ പോലെ പറഞ്ഞു കൊടുത്തോണ്ട് വീട്ടിൽ ചെന്നപ്പോ, വീട്ടിലാന്നല്ലേ പറഞ്ഞത്, എന്നാ അവന്റെ അന്ത്യമായിരുന്നു. ഇനിയിപ്പോ മതി കോപ്പ്, ബാക്കി വീട്ടിൽ പോയി ചെയ്യാം. എന്തായാലും അങ്ങോട്ട് പോവാം. എന്താണെന്നറിയാണ്ട് എനിക്ക് സമാധാനം കിട്ടണ്ടേ. വൈര്. കിച്ചു മോനെ, മോൻ കിടന്ന് ഉറങ്ങിക്കോ. ഞങ്ങൾ എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ കാണും കേട്ടോ. കിടന്നോ, കുറച്ച് കഴിയുമ്പോൾ മോൻ ഓക്കെ ആവും. അപ്പോൾ മോൻ്റെ ഇന്ദ്രിയം വരും. മോൻ്റെ അച്ചുവിൻ്റെ നമ്പർ ഉണ്ടോ കയ്യിൽ? വിളിച്ചു തരാം. നമ്പരില്ല, അതിൽ വിളിക്കല്ലെന്നാ അച്ചു പറഞ്ഞേക്കുന്നേ. അതില് വിളിച്ച കിട്ടൂല. ഇനി ഇൻസ്റ്റഗ്രാമിൽ മാത്രം മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൽ അയക്കണ. അച്ഛനോട് പറയണ്ടാക്കിയിട്ടാ. അച്ചു 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 കൊണ്ടുപോകും. എനിക്ക് എന്തിനാ അതൊന്നും പോണ്ട. ഇങ്ങനെ തോന്നിയെങ്കിലിട്ട് അവന് ഇല്ല മോനെ, അച്ഛനെ വിളിക്കത്തില്ല. പോയി കിടന്നോ, ചെല്.
മോൻ കിടന്നോ, ഞങ്ങൾ പുറത്ത് കാണും കേട്ടോ. ചെല്ലു. നിനക്കെന്താ ആസി തോന്നുന്നേ? ഇതൊക്കെ ഇന്ദ്രയുടെ അറിവോടെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഒരുപക്ഷെ അഗേട്ടാ, ഞാൻ സ്നേഹിച്ച ഇന്ദ്ര ഇതല്ല, ഒരുപാട് മാറി. കെട്ടി കൂടെ കിടന്നവനെ കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്തവനായല്ലോ. എന്റെ ഇന്ദ്ര ഇങ്ങനെ അല്ലായിരുന്നു അഗേട്ടാ. അവനറിയാതെ അവന്മാരിവിടെ വരില്ല, അവനറിയാതെ അവന്മാരിങ്ങനെ ഒന്നും ചെയ്യൂല. അവനെല്ലാം അറിയാം. അവ ഇത്ര തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അവ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പുന്നാരനിയനാന്നും പറഞ്ഞ് വീട്ടിലാരും ദേവച്ചൻ തൊട്ട് എൻ്റെ അച്ഛൻ തൊട്ട് മുത്തശ്ശൻ പോലും കൈവയ്ക്കാതെ വളർത്തിയതാ അവനെ ഇന്ന് ഞാൻ കൈവയ്ക്കും. അത് നീ ഓർത്തു വച്ചു. വരട്ടെ. ഇന്ന് ഞാൻ മിണ്ടാതിരിക്കും നീ വിചാരിക്കണ്ട. ഒരുപാട് സഹിച്ചു ഞാൻ. അവന് ഒരുപാട് വാണിംഗ് കൊടുത്ത ദേവന്റെ കാര്യത്തില് കേട്ടില്ല. കേക്കണ്ട. അഗേട്ടാ, ഐ തിങ്ക് ഹീസ് ഹിയർ. ഞാനെന്നാ പോവാ. എനിക്കവനെ കാണണ്ട. ഞാൻ ഇറങ്ങാം. വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കണ്ട. എനിക്ക് അഗേട്ടനോട് ഒന്നേ പറയാവുള്ളൂ, ആ ചെക്കനെങ്കിലും എങ്ങനെയെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നോക്ക്. ഞാനിന്ന് ഇറങ്ങുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, മടിക്കരുത്. ഞാൻ വേറെ ആരെ വിളിക്കാനാണ് നിന്നെ വിളിക്കാണ്ട്? ഒന്നിനും. സ്വന്തം സഹോദരങ്ങളെ പോലും ഞാൻ വിളിക്കാറില്ല. നിന്നെ മാത്രമേ വിളിക്കാറുള്ളൂ. ചെല്ല്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ചെല്ല്. ഓ, ഇനി എന്തൊക്കെയാണോ കണ്ടുപിടിച്ച് വെച്ചോണ്ടിരിക്കുന്നത്. കാറ് കിടക്കുന്നുണ്ടല്ലോ, 2 എണ്ണം. ആസി, why you are here? നീ എന്ത് ഇവിടെ? നിനക്ക് സമാധാനിക്കാം. ഏതായാലും നിന്നെ കാണാനോ നിന്റെ സുഖവിവരം അന്വേഷിക്കാനോ അല്ല ഞാൻ വന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നുള്ളതിന് ഇപ്പം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അറുത്ത് കീറി മുറിക്കാനുള്ള വെറുപ്പ്. തൂങ്ങി ചത്താലോ എന്ന് തോന്നുക ഇന്ദ്ര. എനിക്ക് തൂങ്ങി. നീ ഇത്ര ചീപ്പായിരുന്നോ? അല്ലെങ്കിൽ നീ എന്നാ ഇത്ര തരം താഴ്ന്ന വെറും ഒരു പട്ടിക്ക് തുല്യമായത്? നിന്നോട് എനിക്ക് അറപ്പെന്ന് പറഞ്ഞാൽ അറപ്പ്, വെറും. നീ എൻ്റെ മുമ്പ് നീ വരരുത്. നീ ഇത്ര വലിയ ചീപ്പായിട്ടൊരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആസി, ഇവനിതെന്താ പറ്റിയ പെട്ടെന്ന്? പണ്ട് ഇതുപോലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതി വന്നു, ഓന്തിനെ പോലെ മാറി, ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി. ഇപ്പോ വായി തോന്നിയൊക്കെ പറഞ്ഞിട്ട് പോന്നു. ഞാനിനി കിച്ചുവിനെ വെറും സെക്സിന് മാത്രം ഉപയോഗിക്കുന്ന കാര്യമൊക്കെ കിച്ചു ഇവനോട് പറഞ്ഞു. അവന്റെ ഹസ്ബൻഡ് അല്ലേ. അത് മാത്രമല്ല, കിച്ചു ഒരിക്കലും എന്നെ ഒറ്റത്തില്ല. പിന്നെ വേറെന്താ? അവൻ പറഞ്ഞതൊക്കെ ആസിമിന് എന്നെ വെറുപ്പാന്ന്. അവൻ അത്രമാത്രം എന്നെ വെറുക്കാൻ മാത്രം ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്തേ? കിച്ചു, ഇത് നീ കാരണമാണ് ആസി എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ മരിച്ചു നിൽക്കുക. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാ ഇപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിക്കുന്നേ. നീ കാണത്തില്ല പിന്നെ ജീവനോടെ. അഗി, എന്താ പറ്റിയേ? വാട്ട് ഹാപ്പൻ? എന്താ നീ വല്ലാണ്ടിരിക്കുന്നേ? എന്താ സംഭവിച്ചേ? അവൻ എന്ത് പൊട്ടത്തരൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയേ? ഞാൻ എന്താ ചെയ്തേ? ഓ, വന്നോ ഇന്ദ്രദേവൻ? നീ ഒന്നും ചെയ്തില്ലേ? അഗിയേട്ടാ, ഇന്ദ്ര എപ്പോഴാ വന്നേ?
ഫുഡ് എടുക്കട്ടെ? ആൻറ്റി അമ്മ ഫുഡ് അടച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം വേണോ? അയ്യേട്ട ചീത്ത പറയല്ലേ, എന്തൊരു പാവോ. എന്തിനെപ്പോഴും വന്നേ? എന്താ അയ്യേട്ടനെ വിളിക്കാത്ത? ഞാനിപ്പോ വന്നേ ഉള്ളു കിച്ചു. എന്താ നീ വല്ലാണ്ടിരിക്കുന്നേ? കരഞ്ഞോ? എന്താ പറ്റിയേ? എന്താ നിനക്ക് വയ്യേ? ഫുഡൊന്നും എടുക്കണ്ട. അഗി, കാര്യം എന്താന്ന് വെച്ചാ പറ. കിച്ചു മോനെ, മോൻ റൂമിൽ പോയിക്കോ, ഇപ്പൊ കിടന്നു. അവന് ഫുഡ് എടുത്ത് തിന്നാനുള്ള ആരോഗ്യമൊക്കെ ദൈവം സഹായിച്ചുണ്ട്. ചെല്ലു, മോൻ പോയിക്കോ. ചെല്ല്, പോ. അഗിയേട്ടൻ വഴക്കൊന്നും പറയത്തില്ല. ചെല്ല്. അഗിയേട്ടൻ വഴക്ക് പറയത്തില്ല, അത് ഉറപ്പാണ്. ചെല്ല്. ഇന്ദ്ര, നിന്റെ ഉദ്ദേശം എന്താ? ഇവനെ വിറ്റ് പൈസ ഉണ്ടാക്കാന്ന് വല്ലോ നീ നേർച്ച നേർന്നിട്ടുണ്ടോ? അവനെന്താ പറ്റിയെന്ന് നീ കേട്ടല്ലോ. ഞാൻ വരാൻ ഒരു 2 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ, നിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, കാമപ്രാന്തന്മാര്, സെക്സിന് വേണ്ടി മാത്രം തരിച്ചു പൊട്ടി നടക്കുന്നവന്മാര്, അവനെ റേപ്പ് ചെയ്തേനെ. അത് ഓടി വന്നത് എൻ്റെ അടുത്തോട്ടാ. നിന്റെ അവന്റെയും ബെഡ്റൂമിൽ നിന്ന് 3 എണ്ണം ഒരുമിച്ച് ഇറങ്ങി വന്നത്. എന്താ ഇതിന്റെ അർത്ഥം? നീ അറിഞ്ഞും കൊണ്ടാണ് അവന്മാർ ഇവിടെ വന്നതെന്ന് നീ പറയരുത് ഇന്ദ്ര. അത് ഞാൻ കേട്ട് കഴിഞ്ഞ. അതെ, അവരെന്നോട് പറഞ്ഞിട്ട് തന്നെ വന്നേ. അതിനിപ്പോ എന്താ? വാട്ട് ദ ഫക്ക്? അഗി, എന്താ നിനക്ക്? നീ ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചേ? നൊന്തായിരുന്നോ പൊന്നാര മോന്? നോവാൻ വേണ്ടി തന്നെയാടാ അടിച്ചേ. കെട്ടിക്കൊണ്ട് ഇരുത്തിയിരിക്കുന്നവനെ കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാ വന്നേന്ന്. നിനക്ക് ഉളുപ്പുണ്ടടാ മൈരേ? ഉണ്ടാ? അതില്ലാന്ന് എനിക്ക് മനസ്സിലായി. നീ ഞങ്ങളുടെ തന്തയ്ക്ക് തന്നെ ഉണ്ടായതാണോടാ പരനാറി. അതാണ് കാര്യം. എന്റെ ഭർത്താവ്, ഞാൻ അവനുമായിട്ട് ഡെയിലി സെക്സ് ചെയ്യും. എനിക്ക് തോന്നിയ ഞാൻ അവനെ വിൽക്കും, പലർക്കും കൂട്ടിയും കൊടുക്കും. അതിനാക്കി ഇടപെടേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഞാൻ ഇടപെടൂടാ, അത് അവനെ കരുതിയിട്ടല്ല, നീ എന്റെ പിഴച്ച അനിയനായതുകൊണ്ട്. പിന്നെ അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. ഇടപെടേണ്ടവർ വന്ന് ഇടപെട്ട ഇന്ദ്ര, നീ അറിയും. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. നീ ഇപ്പൊ ചെയ്തു, അത് നീയായിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാ നിന്റെ ചെവുക്കല് ഞാൻ അടിച്ച് തിരിച്ചത്. ഇനി നീ ഇതുപോലെ ചെയ്ത, ഇനി ആ സണ്ണിയോ നിന്റെ ഏതെങ്കിലും കൂട്ടുകാരോ ഈ വീട്ടിൽ കണ്ട, അഗിവിന് ഇങ്ങനെ ആയിരിക്കില്ല നിന്റെ അടുത്ത് പ്രതികരിക്കുന്നത്. നിനക്ക് എന്തും ചെയ്യാം. അതൊരു വെറൊരു അപ്പാവിയുടെ ജീവിതം കൊണ്ടായിരിക്കല്ലേ. പോയി ചത്തോളേടാ. നീ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ ആസി പോലും ഇന്ന് നിന്നെ വെറുപ്പോടുകൂടി നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിനെ ഭേദം നീ ചാവുന്ന തന്നെയാ. ഇങ്ങനെ ജീവിച്ചിരിക്കണ്ട. അവനെ കൊണ്ടുപോവാൻ എനിക്ക് അറിഞ്ഞൂടാത്തണ്ടല്ല. പിന്നെ നീ ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ വീരവാക്യത്തില്, അവൻ നിന്റെ ഭർത്താവാണ്. അതിലൊരു ദിവസം ഈ അഗി പൊട്ടിക്കും. അല്ലെങ്കിൽ അത് പൊട്ടിക്കേണ്ടവർ വന്നങ്ങ് പൊട്ടിക്കും. അന്ന് തീരും നിന്റെ ഈ തിളപ്പ്. അതുവരെ നിനക്ക് ആടാൻ പറ്റുന്ന അത്ര ആടിക്കും ഇന്ദ്ര. നീ വീഴും, ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ നീ ഒറ്റയടിക്ക് വീഴും. അല്ലെങ്കിൽ നീ കണ്ടോ, നിന്നെ വീഴ്ത്തും. ഇനി കിച്ചുവിന് വല്ലതും പറ്റിയെന്ന് ഞാൻ അറിയണം. ഇങ്ങനെ ആയിരിക്കൂല അഖില് പ്രതികരിക്കാം. അറിയിക്കേണ്ടവരെ ഞാൻ അറിയിക്കും. പക്ഷെ ഇത് ഞാൻ പറയില്ല. ഇത് നിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ്. ഓർത്ത് വെച്ചോ. ഞാൻ പോവാ. ഇതിന് ശേഷം അവനെ എടുത്തിട്ട് അടിക്കോ എന്തെങ്കിലും നീ ചെയ്യണം. നിനക്കറിയാലോ എന്നെ. അഗി ഒന്നവിടെ നിന്നേ. അഗിക്ക് എന്നെ അറിയാലോ. ഈ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യൂന്ന് അഗിക്ക് അറിയാം. എസ്പെഷ്യലി ഇന്ന് അഗി എൻ്റെ ദേഹത്ത് കൈ വെച്ച സ്ഥിതിക്ക്. അതുകൊണ്ട് ഇമാതിരി ഡയലോഗുകൾ എൻ്റെ അടുത്ത് അടിക്കണ്ട. അത് ഇന്ദ്രയുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. ഇന്ദ്രയുടെ കയ്യിൽ എന്ന് പിടിച്ചേൽപ്പിച്ചു അപ്പ തീർന്നു അവൻ്റെ സഹോദരങ്ങളുടെയും അവൻ്റെ തള്ളയുടെയും അവൻ്റെ മേലുള്ള അവകാശം. കേട്ടോ, ഇനി അവൻ ഒരേ ഒരു അവകാശമേ ഉള്ളൂ. അത് ഇന്ദ്രജിത്താണ്. അത് ഞാൻ അഗി ഓർമ്മിപ്പിക്കണ്ടല്ലോ. അഖിൽ വാസുദേവ് ശങ്കർ എൻ്റെ ചേട്ടനെ ആവുള്ളൂ, അല്ലാതെ അവൻ്റെ ആരും ആവൂല. അതുകൊണ്ട് വിട്ടോ.
അതെന്താടാ ദേവികമ്മേനെ തകിട് കൊടുത്ത് വാങ്ങിച്ചാണോ? അല്ലല്ലോ. എടാ എൻ്റെ അച്ഛനാ മൂത്ത മോൻ. നീ എൻ്റെ അച്ഛൻ്റെ മോനല്ലല്ലോ, ഞാൻ നിന്റെ ചേട്ടനാവാനായിട്ട്. നിനക്ക് എന്ത് റിലേഷനാണോ അതേ റിലേഷൻ തന്നെ എനിക്ക് അവനും. അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുത്. നീ ചെയ്തത് ചെയ്തു, അതവനറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തകർന്നു പോകും. അറിയിക്കാനും ഞാൻ പറയില്ല, പക്ഷേ നീ അതിര് കടന്ന് പോവരുത്. കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിഞ്ഞൂടെന്നാ ഇന്ദിര പറയുന്നത്. അവൻ നിന്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞിട്ട് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അവനൊന്ന് തിരിച്ചു പിടിക്കാനായിട്ട്. അത് നീ മറക്കണ്ട. ഓ, നശിച്ചവൻ കാരണം ഇതെല്ലാം സംഭവിച്ചത്. അവനെ ഞാനിന്ന് ഇന്ദിര ഫുഡ് കഴിച്ചായിരുന്നോ? ഇന്ദിര, അവരുണ്ടല്ലോ, ഇന്ദിരയുടെ ഫ്രണ്ട്സ്, അവര് വൈ ഡോണ്ട് യു കോപ്പറേറ്റ് വിത്ത് ദം? നീ എന്താ അവർക്ക് കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കാത്തത്? എന്താന്ന്? ഇന്ദിര എന്തൊക്കെ പറയുന്നേ? എനിക്ക് ഇന്ദ്രനെയല്ലേ ഇഷ്ടം. അപ്പൊ ഞാൻ വേറൊരാളോട് എങ്ങനെയാ? അവര് ബലമായിട്ടല്ലേ ഇന്ദിര? എടാ കോപ്പന്റെ മോനെ, അവര് ബലമായിട്ട് ചെയ്യാൻ വന്നതിന്റെ കാരണക്കാരൻ നീ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചോദിച്ച വൈ ഡോണ്ട് യു കോപ്പറേറ്റ് വിത്ത് ദം? എന്തുകൊണ്ട് നീ അവർക്ക് കോപ്പറേറ്റ് ചെയ്ത് കൊടുത്തില്ല? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവര് നിന്നെ ബലമായിട്ട് ചെയ്യുമായിരുന്നോ? ഇന്ദിര എന്തൊക്കെ പറയുന്നത്? എനിക്ക് ഇന്ദിരനെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. ഇഷ്ടം നിനക്ക് എന്നോട്? I don't have any trust in this foolishness now. Okay? എനിക്ക് ഈ പറഞ്ഞ സാമാനത്തില് വിശ്വാസമില്ല. അതുകൊണ്ട് ഇമാതിരി പരിവർത്തനം നീ എന്നോട് ഉണ്ടാക്കരുത്. നീ എന്തുകൊണ്ട് എന്റെ ഫ്രണ്ട്സിന് കിടന്നു കൊടുത്തില്ല? ഇങ്ങനെ പറയല്ലേ ഇന്ദിര. എനിക്ക് നിന്നെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വേറെ ആരെയും വേണ്ട. നീ തന്നെ ഇങ്ങനെ പറയല്ലേ ഇന്ദിര. പറയുന്നില്ല, ചെയ്ത് കാണിക്കാം. തല്ലല്ലേ ഇന്ദിര, തല്ലല്ലേ. പിന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യണോടോ? നീ കാരണം അഖിലൻ തന്നെ അടിച്ചത്. ഇന്ദിര തല്ലല്ലേ. നീ ഒറ്റ എല്ലാം ചെയ്തിട്ടാണ് തല്ലല്ലേ അവന്റെ അമ്മയുടെ. നിന്നെ ഒരുപാട് അങ്ങനെ പറയല്ലേ. തലല്ലേ കാല് പിടിക്കല്ലേ. ഞാൻ തൊഴുവാ ഇന്ദിര, കാല് പിടിക്കെന്തിനാ? കാല് പിടിക്കണ്ടടാ. നിന്നെ ഉണ്ടല്ലോ, നീ കാരണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് ഇന്നെന്നോട് വെറുക്കാന്ന് പറഞ്ഞു. അത് നീ കാരണം. നീ മരിച്ചെന്ന്. ഇത് നീ ഓർത്തു വെക്കണം. നീ ചത്ത് കുഴി പോയാലും മറക്കരുത്, കേട്ടല്ലോ? നേരെ നടക്കാറാകുമ്പോ എണീറ്റ് പോയി ഫ്രഷ് ആയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കണം. ഞാൻ വരുമ്പോ ഇവിടെ ഇങ്ങനെ കിടന്ന നാശം. ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായ പിന്നെ പറയണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന്. ഇതിനപ്പുറമായിരിക്കും ശവം. ഹേ വാച്ചർ, എന്താടാ
പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഹൗ ഡെയർ യു എൻ്റെ വീട്ടിൽ കയറി അമ്മാതിരി ചരിത്രം കാണിക്കാൻ. ഓ റിയലി? നിന്റെ ആ പുളുന്ത ഹസ്ബൻഡിനെ തൊട്ടപ്പോൾ നിനക്ക് നൊന്തോ? നീ തന്നെ വെറും സെക്സിന് വേണ്ടിയല്ലേ? അതോ ഇനി നിനക്ക് അവനോട് പ്രേമം തുടങ്ങിയോ? നിന്റെ ഈ പുഴുത്ത വാ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വാങ്ങും എൻ്റെ നിന്ന്. നീ എൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒരു നിലയ്ക്ക് മാത്രമാണ് 3 എണ്ണത്തിന് ഒതുക്കിയത്. നീ ഇനിയും എന്നെ കൊണ്ട് തരിപ്പിക്കരുത്. പിന്നെ അവനോട് എനിക്ക് പ്രേമമായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ കൊന്നേനെ. എനിക്ക് അമ്മാതിരി ഫീലിങ്സ് ഇല്ല. പക്ഷേ ഞാൻ തന്ന് വാങ്ങുന്നതും എൻ്റെ നിന്ന് പിടിച്ചു പറിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സണ്ണി. അതെനിക്കിഷ്ടമല്ല. അതായിപ്പം നീ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ല. തേങ്ങയാണ്. ഐ കാൺട്ട് ബിലീവ് ദിസ്. ഇത് ഞങ്ങളുടെ പഴയ ഇന്ദ്രയല്ല. അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി മയങ്ങി നടക്കുന്ന ഏതോ ഒരുത്തനാ നീ ഇപ്പോൾ. ഞാൻ പറഞ്ഞു നിന്റെ ഈ ഒന്നിനും കൊള്ളാത്ത വാ അടച്ചു വെച്ചോ, ഇല്ലെങ്കിൽ ഐ വിൽ ഷോ യു. ഇനി മേല നിന്നെയോ അവന്മാരെയോ ആ വീട്ടിന്റെ പരിസരത്ത് കണ്ടുപോരുത്. തന്നേനെ, പക്ഷേ നിനക്കതിനുള്ള അർഹതയില്ല. എൻ്റെ അനുവാദമില്ലാതെ തിന്നാൻ നോക്കിയല്ലേ? ഇനി നീ തിന്നണ്ട. ഞാൻ തന്നെ തൊട്ട് തിന്നേയുമില്ല. ഇതിനാ വിളിച്ചത്. കേർച്ചത്ത് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. പോടാ. അവനെ എൻ്റെ കൈ കിട്ടും ഒരു ദിവസം, എനിക്ക് മാത്രമായിട്ട്. അന്ന് നിനക്ക് പോലും അവൻ അനുഭവിക്കാനുള്ള യോഗം കാണത്തില്ല. ആരെയാ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഓ ആയിക്കോട്ടെ, കാണാം. കയറി പോടാ പുല്ലേ. വെല്ലുവിളിക്കാൻ വന്നേക്കുന്നു. അത് ഇന്ദ്രനെ. പോടാ. അഗിയേട്ട പറയുന്നതിനൊന്നും തോന്നരുത്. അഗിയേട്ടൻ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരണ്ടായിരുന്നു. എനിക്കെന്തോ പേടി പോലെ. ഇതൊക്കെ ചെയ്യാൻ മടിക്കാത്തവൻ അവനെ കൊല്ലാനും മടിക്കില്ല. എന്ത് വിശ്വസിച്ച് അവൻ്റെ അടുത്ത് ആക്കേണ്ടേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഇല്ലെങ്കിൽ അഗിയേട്ടനൊന്ന് കിച്ചുവിനെ വിളിച്ചു നോക്ക്. എൻ്റെ പൊന്നാസി, നീ എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ തീൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത്. അവൻ എന്തെങ്കിലും ചെയ്താ, എടാ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും അവൻ എന്തെങ്കിലും ചെയ്യും. അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. അവൻ ആഗ്രഹിക്കുന്ന സാധനത്തിൽ വേറെ ആരെങ്കിലും കൈവയ്ക്കൂ, വേറെ ആരെങ്കിലും അതിനെ ചോദിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടേ അവൻ ഇങ്ങനെയാ അബ്നോർമലായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. ഞാനവിടെ നിന്നൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനിങ്ങ് വന്നത്. ആ ചെക്കനൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. നീ പറഞ്ഞ പോലെ വിളിച്ചു നോക്കിയാലോ? ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. വിളിച്ചു നോക്ക്. ഇന്ദ്ര ഒരുപാട് മാറിയാക്കിയേട്ടാ. പഴയതുപോലെയൊന്നും അല്ല. ഒന്നും ചെയ്യാൻ മടിക്കൂല. വിളിച്ചു നോക്ക്. അവൻ ഓക്കെ ആണോ എന്ന് ചോദിക്ക്. അവന് അവിടെ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ പറയാൻ പറ. നമുക്ക് പോയി അവനെ കൊണ്ടുവരാം. അല്ലാതെ ഇവിടെ വന്നിട്ട് കുടിച്ചിട്ടൊന്നും കാര്യമില്ല. അഗിയേട്ടൻ അവനെ വിളിക്ക്. എന്നിട്ട് എന്തെങ്കിലും അവിടെ പ്രശ്നമുണ്ടോ, ഇന്ദ്ര എവിടെയാ, ഇതൊക്കെ ചോദിക്ക്. അവൻ ഓക്കെ ആണോ, അവനെ തല്ലിയോ എന്നൊക്കെ ചോദിക്ക്. വിളിക്ക്. സ്പീക്കർ ഇട്ടയക്കാം. ഹലോ ഹലോ, എന്താ അഖിലേട്ടാ? കിച്ചുവേ മോനെ, നിന്റെ സൗണ്ട് എന്താ അല്ലാണ്ടിരിക്കുന്നത്? നീ കരഞ്ഞോ? നീ ഓക്കെ അല്ലേ? അവൻ നിന്നെ തല്ലിയൊന്നുമില്ലല്ലോ? അഖിലേട്ടൻ പറഞ്ഞോ? മോനെ അവിടെ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അഖിലേട്ടനോട് പറ. അഖിലേട്ടൻ വന്ന് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഞാൻ കരഞ്ഞൊന്നുമില്ല. ജലദോഷം വന്നതാ. തല്ലാനോ എന്നെയോ? ഇല്ല അഖിലേട്ടാ. ഇന്ദ്ര കുളിക്കുക. എന്നെ ഒന്നും പറഞ്ഞില്ല. എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞു. ഇന്ദ്ര അറിയാണ്ട് ചെയ്തതാന്നും പറഞ്ഞു. ഇന്ദ്രയ്ക്ക് അത് അറിയില്ല എന്നും പറഞ്ഞു. ഞാൻ 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 സാരമില്ല എന്ന് പറഞ്ഞ കേട്ടാ. ഇവിടെ പ്രശ്നമൊന്നുമില്ല. എനിക്കത് ആലോചിച്ചപ്പോൾ സങ്കടം വന്നതാ. എന്നാലേ അതാലോചിച്ച് സങ്കടപ്പെടണ്ട കേട്ടോ. എന്താവശ്യം വന്നാലും ഒന്നിനും മടിക്കരുത്. അഖിയേട്ടനെ വിളിക്കണം കേട്ടോ. അവൻ തല്ലിയാലോ വഴക്ക് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലോ
മോനോട് ഒട്ടും നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ അപ്പം വിളിക്കണം. ആ വിളിക്കുക ഹരിയേട്ടാ. അപ്പോൾ അതാലോചിച്ചിരുന്ന് ഉറക്കം കളയാണ്ട് അവനോട് അധികം മിണ്ടാനും പറയാനൊന്നും പോണ്ട. അവൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ദേഷ്യത്തിലല്ലേ. മോ മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. എന്നാലേ അക്കീട്ടം കട്ടാക്കുക. പോയി കിടന്ന് ഉറങ്ങിക്കോട്ടോ. ആ ഓക്കെ. കിച്ചുവിൻ്റെ സംസാരം കേട്ടിട്ട് കിച്ചു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അഖിലേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇതൊക്കെ സത്യമാണെന്ന്. അടിച്ചു ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ എന്തെങ്കിലും പറഞ്ഞാണ്. അവൻ കരയുമായിരുന്നു നമ്മൾ വിളിച്ചപ്പോൾ. അതവൻ്റെ സൗണ്ടിൽ നിന്ന് കേട്ടാ അറിയാം. എടാ അവനോടുള്ളത് ബ്ലൈൻഡ് ആയിട്ടുള്ള ലവാ. അതിലവൻ മറ്റേ കണ്ണ് കണ്ടുകൂടാത്ത ആൾക്കാരെ പോലെ അങ്ങ് കിടക്കുക. അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരാൻ അവനെ അറിയത്തില്ല. ഇന്ദ്ര 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 ഈ വൈകുന്നേരം നാമം ജപിക്കില്ലേ, അതുപോലെ. അച്ചു കഴിഞ്ഞ ഇന്ദ്ര. അച്ചു ഇവനെ മാറ്റാനുള്ള ഒരേ ഒരു ആയുധം. അവന്റെ നമ്പർ ഈ പറയുന്ന കിച്ചുവിന്റെ കയ്യിൽ പോലും ഇല്ലാന്ന്. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണോ ലാസിമേ? അതിനാണോ പാട്? അത് നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് തിരക്കാം. ജർമ്മനിയിലെന്നല്ലേ പറഞ്ഞേ? നോക്കാം. അച്ചു 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 എല്ലാം എൻ്റെ തെറ്റച്ചു. നിങ്ങൾ പറഞ്ഞതാ ഞാൻ കേട്ടില്ല. എനിക്കവനെ ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടം അച്ചു. എനിക്ക് എന്തിനത് പറ്റൂല അച്ചു. ഇതിനല്ലാതെ പറ്റൂല. ഇത് ഞാൻ അവരോടും പറയൂല. എന്നോട് കാശേട്ടൻ പറഞ്ഞതാച്ചു. അന്ന് വേണ്ട എന്തിനെ ഒരുപാട് തല്ലി എന്നെ ഒരുപാട് തല്ലി അച്ചു. എന്നെ ഒരുപാട് തല്ലി. ആരും വേണ്ട. ഞാനൊന്നും ചെയ്തില്ല അച്ചു, ഞാനൊന്നും ചെയ്തില്ല. ഇതിനെ ഒന്നും ചെയ്തില്ല. എനിക്കെതിരെ വേണം. എന്നോട് എന്തിനും മിണ്ടൂല പറഞ്ഞ് എന്നെല്ലാം പറ്റൂല അച്ചു. എന്തിനല്ലാതെ പറ്റൂല അച്ചു. ഞാനൊന്നും ചെയ്തില്ല.